ഹലോ എവരിവൺ, വെൽക്കം ടു ടെക് ആൻഡ് വീൽസ്. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ പല യൂട്യൂബ് സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഒരു പുതിയ വീഡിയോ ഇടുന്നില്ല. ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരു 1 മന്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, എന്താണ് പുതിയൊരു വീഡിയോ വരാത്തത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് വളരെ ഹേർട്ട് വാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. നമ്മൾക്ക് ഒരു പുതിയ കാറ് നമ്മൾ മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് അത് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ 1 മന്ത് ആയിട്ട് ആ കാറിന്റെ പർച്ചേസും അതിന്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകെ ആയിരുന്നു നമ്മൾ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിനൊരു സമയം കിട്ടിയിരിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ ഓഫ് വിൻസർ EV Pro. അപ്പോൾ നമ്മൾ റെഗുലർ വിൻസർ EV Pro ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ് 38 kW. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു വലിയ ബാറ്ററി പാക്ക് ഉള്ള ഒരു വണ്ടി വരുന്നുണ്ടെന്ന്. ആദ്യമേ തന്നെ നമുക്ക് വണ്ടി വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവല്ല ഷോറൂമിൽ നിന്ന് ഈ വണ്ടി ബുക്ക് ചെയ്യാനുണ്ടായത്. അങ്ങനെ ഫസ്റ്റ് 8,000 കസ്റ്റമേഴ്സിന് ഇനി ഇൻട്രൊഡക്ടറി പ്രൈസിന് ഈ വണ്ടി ലഭിച്ചിട്ടുണ്ട്. 17 lakhs എക്സ് ഷോറൂം പ്രൈസിനായിരുന്നു അത് കിട്ടിയത്. അപ്പോൾ ആ പ്രൈസിന് തന്നെ നമുക്ക് ഇത് അവൈൽ ചെയ്യാൻ സാധിച്ചു. ഓഫർ കിട്ടി. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2 months അടുത്താവുന്നു. 2000 kilometers ഇത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വിൻസർ EV Proയിൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾക്ക് ഇതിൽ ഉള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, റെഗുലർ വിൻസർ EVയുമായിട്ട് ഈ പ്രോ എന്ന വേരിയന്റിനുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ലളിതമായിട്ട് ഈ വീഡിയോക്കകത്ത് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ടെക് ആൻഡ് വീൽസ്. ഐ ആം വിനയ് പിദാസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റൈഡ്. ഈ വിൻസർ EV Proയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഡിസൈനെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായങ്ങൾ. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയ വണ്ടിയാണ് വിൻസർ EV. നമ്മൾക്ക് ഇതിന്റെ ഡിസൈൻ ആസ്പെക്റ്റിലേക്കാണ് ആദ്യം പോകേണ്ടത്. മുൻവശത്തെ കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഇതിന്റെ ഫ്രണ്ട് ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ ലോഗോയാണ്. അതിൽ നമ്മൾക്ക് രാത്രി വളരെയധികം ഭംഗിയുള്ള ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ വിൻസർ EV കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, രാത്രി അത് നല്ല രീതിയിലുള്ള ഒരു പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു നല്ല കാഴ്ച, ഐ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ മോറിസ് ഗാരേജസ് എന്നുള്ളൊരു നമ്മൾ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ആക്സസറി ആണ്. ഇത് 2 രീതിയിൽ വരുന്നുണ്ട്. ക്രോം ഫിനിഷിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷിലും വരുന്നുണ്ട്. നമുക്ക് ക്രോം വണ്ടിക്ക് ചേരും എന്നുള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തിരിക്കുന്നതാണ്. അത് വളരെ രസമുള്ളൊരു ഇതായിട്ട് തോന്നി. പിന്നെ അതേപോലെ തന്നെ 360 ക്യാമറ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ക്യാമറയും കൂടി ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു കൺവീനിയന്റ് ഫീച്ചർ ആണ്. ഇനി എന്ന് പറയുന്നത് ഒരു ഗ്രിൽ എലമെന്റ് ആണ്. അത് നമുക്ക് ക്രോം ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് നമുക്ക് നമ്മുടെ അഡാസിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു റഡാറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റിന്റെ ഇതെന്ന് പറയുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അത് ഫോഗ് ലാമ്പായിട്ടും അസിസ്റ്റ് ചെയ്യും. രണ്ടിനും 2 സെപ്പറേറ്റ് ഫംഗ്ഷൻ അങ്ങനെ കൊടുക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു മിറർ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് കാലൊക്കെ ഒന്ന് നോക്കി കാലൊക്കെ സൂപ്പറാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ അഡാസിന്റെ ഒരു ക്യാമറ സിസ്റ്റം ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ലൈറ്റ് സെൻസറും കൂടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഫ്രണ്ട് ഡിസൈനിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിന്റെ സൈഡ് ഡിസൈനിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതിന്റെ അലോയ് വീൽസ് ആണ്. ഈ അലോയ് വീൽസ് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിചിതമായിട്ടുള്ള MG ഹെക്ടറിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ പല EVസിലേക്കും നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ എയറോ വീൽസ് ആണ്. ആ എയറോ വീൽസിനെ പറ്റി പലർക്കും പല അഭിപ്രായമുള്ളത്. ഒന്ന് എയറോ ഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഡിസൈൻ ഫാക്ടറിലേക്ക് വരുമ്പോൾ അത് കുറച്ച് നമ്മൾക്ക് കണ്ടു പരിചയിച്ച ഒരു സാധനമല്ല. അപ്പൊ നമ്മൾ കാണാത്ത പരിചയിക്കാത്ത കാര്യങ്ങളോട് നമുക്കൊരു വിമുഖതയാണല്ലോ ഉള്ളത്. അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് പലർക്കും അത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിൻസർ EV Proയിലേക്ക് വരുമ്പോൾ ആ ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെ മാറ്റിയിട്ട് നമുക്ക് വളരെ ഐ പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഫാക്ടറാണ് അലോയ് വീൽസ് മാറ്റുന്നതിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വളരെ നമ്മൾക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ചാർജിങ് പോർട്ടിനെ പറ്റി പറയാം. ചാർജിങ് പോർട്ട് നമുക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് DC AC എന്നുള്ള രീതിയിൽ 2 അടപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ ORVMs ആണ്. ORVMസിൽ തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ORVMs ആണ് വരുന്നത്. അതിൽ LED ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്.
അതൊരു ബ്ലാക്ക് ആൻഡ് പിന്നെ ബോഡി ടോൺ കളേഴ്സ് ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോ ലൈനിന് താഴെയായിട്ട് ഒരു ക്രോം ഫിനിഷിംഗ് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. നമുക്ക് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് തുറന്നു വരും. പിന്നെ അകത്തിരുന്ന് നമുക്കത് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഒരു വെതർ ഡിഫ്ലക്ടർ എന്നാണ് അതിന്റെ പേര്, റെയിൻ ഗാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് അത് നമ്മൾ എക്സ്ട്രാ ആക്സസറി ആണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അത് രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം അത് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ അത് ഡിസൈൻ ഫാക്ടറിന് വലിയ പ്രശ്നമൊന്നും തട്ടുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ നമ്മളത് വെക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചത് ഒരു കൺവീനിയൻറ്റ് ഫാക്ടറാണ്. ഇനി അടുത്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ആർച്ച് ക്ലാഡിംഗ് ആണ്. വീൽ ആർച്ച് ക്ലാഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വീലിന്റെ ഒരു ആർച്ചിന്റെ മുകളിൽ വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു കാര്യമാണ്. അത് രണ്ട് കളറിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, പക്ഷെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് തന്നെയാണ്. അത് കാണാൻ രസമുള്ള ഒരു കാര്യം അതിന്റെ ആഡ് ചെയ്തതാണ്. പിന്നെ ഈ ഡോറിന്റെ ഒക്കെ ഏറ്റവും താഴെയായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം ഫിനിഷിന്റെ ഒരു ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. അത് രസമുള്ള ഒരു സംഭവമാണ്. സ്ക്രാച്ച് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷെ ഇതുവരെ അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. ഇനി നമ്മുടെ വിൻസർ EV പ്രോയുടെ റിയർ ഡിസൈൻ ആസ്പെക്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. നമുക്ക് ഗ്ലാസ്സിൽ ആന്റി ഫോഗ് എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിലെ നമുക്കൊരു ക്രോം ഫിനിഷിങ്ങിനെ റൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ റെഗുലർ നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് അത് ഉണ്ടാവത്തില്ല. ഇതൊരു എക്സ്ട്രാ ആക്സസറി ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ ഒരു ഭംഗിയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ലോഗോ വരുന്നുണ്ട്. ഇത് ഇല്ലുമിനേറ്റഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. LED കണക്ഷൻ ലാമ്പ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ലാമ്പായിട്ടും അതേപോലെ തന്നെ റണ്ണിങ് സമയത്ത് നമുക്ക് നൈറ്റിൽ അത് മുഴുവനായിട്ട് ഇങ്ങനെ ഇലുമിനേറ്റഡ് ആയിട്ട് കിടക്കും. പിന്നെ അതേപോലെ വിൻസറിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ രസകരമായിട്ടാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ അഡാസ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതുമെല്ലാം ഒരു യൂണിറ്റ് എന്നുള്ള പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ബോട്ടത്തിലായിട്ട് ബ്ലാക്ക് ആൻഡ് ക്രോമിയം ഫിനിഷില് ഒരു എലമെന്റ് വരുന്നുണ്ട്. അതും ഭംഗിയുള്ളൊരു എലമെന്റ് ആയിട്ട് തോന്നി. ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. എനിക്ക് അങ്ങനത്തെ ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് ഇതിന്റെ റിയർ ഡിസൈനെ പറ്റി പറയാനുള്ളത്. വിൻസർ EV പ്രോയുടെ ഫുൾ വശം എന്തൊക്കെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എന്താണ് റെഗുലർ വിൻസർ EVയുമായിട്ട് വിൻസർ EV പ്രോയെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിലുള്ള വന്നിരിക്കുന്ന മാറ്റമാണ്. കളർ ചേഞ്ച് ആണ്. മുൻപ് അപ്പോൾസ്ട്രിക്കൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് ത്രൂഔട്ട് പോയിരുന്നതെങ്കിൽ ഇതിനകത്തേക്ക് വരുമ്പോൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു ബീജ് ഇന്റീരിയർ ആണ് വന്നിരിക്കുന്നത്. ആ ബീജ് ഇന്റീരിയർ നമുക്കൊരു പ്ലസന്റ് ഫീൽ നൽകുന്നുണ്ട്. കുറച്ചും കൂടെ ലൈറ്റ് ഇതിലേക്ക് വരുന്ന പോലെ ഉള്ള ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വുഡ് ഫിനിഷ് വന്നിട്ടുണ്ട്. അങ്ങനെ ചില ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇന്റീരിയറിൽ വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ പനോറമിക് സൺറൂഫ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു ഭംഗിയുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3 കപ്പ് ഹോൾഡേഴ്സ്, അത് നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു സ്പേസ് നമുക്ക് കൂട്ടാം എന്നുള്ളൊരു സൗകര്യം അവിടെയുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അതിനകത്ത് Type C to Cയും USB-A to Cയും നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. പിന്നെ അതേപോലെ AC കൺട്രോൾസ്, മോഡ്, അല്ലെങ്കിൽ നമ്മുടെ വാർണിംഗ് അലാറം, അങ്ങനെയുള്ള ചില കാര്യങ്ങളും, പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളുടെ ഫിസിക്കൽ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിനകത്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. പലരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലാണ് എന്നുള്ളതാണ്. അതായത് മ്യൂസിക്കിന്റെ കൺട്രോൾ എന്നുള്ളത് പോട്ടെ, അതുപോലെ ORVM ഫോൾഡ്, അതുപോലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ്, മോഡ്സ്, അതേപോലെ ടയൽ ഗേറ്റ് ഓപ്പൺ ആക്കുന്ന കാര്യം, 360 ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെങ്കിൽ AC എയർ ത്രോ കൂട്ടുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിൽ വേണം മാനേജ് ചെയ്യാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്. യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. നമ്മൾക്ക് 4 മോഡ്സ് ആണ് വരുന്നത്. എക്കോ പ്ലസ് എക്കോ, നോർമൽ, സ്പോർട്സ്, അങ്ങനെ 4 മോഡ്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് ഭൂരിഭാഗം സമയവും എക്കോ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആണ്, നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുള്ളത് കൊണ്ട് എക്കോയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡ്സ് അവൈലബിൾ ആണ്. അത് അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ, ഫയൽസും ഒക്കെ വെക്കാം, ക്യാരി ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. AC കൊടുത്തിരിക്കുന്നത് വളരെ അതിന്റെ ഡിസൈൻ, ഡാഷ്ബോർഡ് ഡിസൈനോട് വളരെയധികം ചേർന്ന് പോകുന്ന രീതിയിലാണ്. അത് എയർ ത്രോ വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 1 ഇട്ടാൽ തന്നെ നമുക്ക്
അധികമായി പോകുന്നു എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് MGയുടെ ലോഗോ ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അഡാസിന്റെ ഫീച്ചേഴ്സ് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ORVM അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റില് ORVM അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ റൈറ്റിലത്, പിന്നെ നമുക്ക് മോഡ്സും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഫോർടൈൻമെന്റ് ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, മ്യൂസിക് കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് വളരെ കൺവീനിയന്റ് ആണ്. സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആണ്. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഡ്രൈവിംഗ് കൺട്രോൾസും ഗിയർ സെലക്ട് വരുന്നത്. അതേപോലെ ഈ ഭാഗത്ത് നമ്മൾക്ക് വൈപ്പറിന്റെയും ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്റെയും ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വിൻസർ EV Proയുടെ ബാക്ക് സീറ്റ്. ഞാൻ ഏകദേശം ഒരു 6 ഫീറ്റ് അടുത്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പല വണ്ടികളുടെ ബാക്ക് സീറ്റിൽ കയറിയപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഉണ്ടായതെങ്കിൽ വിൻസർ EV Proയുടെ ബാക്ക് സീറ്റിലെ സ്പേസ് ഇതാണ്. ഇത്രയും അധികം ബൂട്ട് സ്പേസ് നമുക്കുണ്ട്. കാല് നീട്ടി വളരെ ഭംഗിയായിട്ടിരിക്കും. ഇത് എന്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ബാക്ക് സീറ്റിൽ ഇത്രയധികം സ്പേസ് നമുക്കുണ്ട്. സെൻട്രൽ ടണലും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടിരിക്കാം. 5 പേർക്ക് സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ ഒരു ആം റെസ്റ്റ്, അതിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഫയല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. അതേപോലെ തന്നെ റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. ഇതിന്റെ അടിയിലായിട്ട് ഒരു ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. അതിന്റെ തൊട്ട് താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു വലിയ ഒരു സൗകര്യമായിട്ടുള്ള എലമെന്റ് ഇതിന്റെ റിക്ലൈനിങ് എബിലിറ്റി ആണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു പൊസിഷനിലേക്ക് ഇത് റിക്ലൈൻ ചെയ്തിടാം. അത് ഈ സീറ്റിനും പറ്റും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീറ്റ് ഉപയോഗിച്ചത്. വളരെ സുഖമായിട്ട് നമുക്കിങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് ലോങ് റൈഡ്സിൽ യാത്ര ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വിൻഡോ ലൈൻ വളരെയധികം താഴ്ന്ന ഒരു പൊസിഷനിലാണ് വരുന്നത്. അത്യാവശ്യം വിൻഡോ ഏരിയ ഉള്ളൊരു വാഹനമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൺഫിലിം ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ ഏരിയ കവർ ചെയ്യേണ്ടി വന്നു. അതേപോലെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഒരു ഫീച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്രോൺസ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. അതേപോലെ എല്ലാ ഭാഗങ്ങളിലും നല്ല ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ട്വിറ്റർ എലമെന്റ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഇലുമിനേഷൻ ലൈറ്റിന് ആംബിയന്റ് ലൈറ്റിങ്ങിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. പിന്നെ അടിയിലാണ് ഇതിന്റെ സ്പീക്കേഴ്സ് വരുന്നത്. അത് ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഇന്റഗ്രേറ്റഡ് ബ്രോൺസ് ഡിസൈൻ, അതേപോലെ ഒരു ഡമ്മി സ്പീക്കർ ഡിസൈൻ, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒറിജിനൽ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഇതിൽ ഇൻഫിനിറ്റിയുടെ 9 സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് ഒരു സബ് വൂഫർ. അപ്പൊ അങ്ങനെ ഒരു 9 സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. അത് വളരെ ഭംഗിയായിട്ടുള്ള ഇനഫായിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഫാക്ടറാണ്. മൊത്തത്തിൽ MG വിൻസർ EV Proയുടെ സൗകര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, എത്രയായി ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് എക്സ്പീരിയൻസ്, നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വന്നത്, എന്തൊക്കെയാണ് സൗകര്യങ്ങളായിട്ട് വന്നത്, അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ അടുത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാവരിലേക്കും ഈ വിൻസർ EV Pro എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് വലിയൊരു സ്വീകാര്യത നൽകിയതിനൊക്കെ ഏറെ നന്ദിയുണ്ട്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് സെക്കൻഡ് വീൽസ്. ഐ ആം വിനയ് പിദാസ്, സൈനിങ് ഓഫ്.